എല്ലാ മേഖലയും നമ്മൾ നോക്കണം, സൂക്ഷ്മമായിട്ട് തന്നെ നോക്കണം. എന്നിരുന്നാൽ പോലും നമുക്ക് മുന്നേറ്റത്തിലാണ് കുറച്ച് നാളായിട്ട് അതിഭീകരമായ അപജയം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചേത്രയ്ക്ക് തൊട്ട് മുമ്പ് നമുക്ക് പിന്നെയും പറയാൻ പറ്റുന്നൊരു പേര്, അല്പമെങ്കിലും ഗോൾ അടിച്ചു കൂട്ടുന്നൊരു സ്ട്രൈക്കർ എന്ന് പറയുന്നത് ജെ ലാൽപക്കുലയാണ്. ജെക്കും ചേത്രയ്ക്കും ശേഷം നമുക്കൊരു പ്രോപ്പർ സ്ട്രൈക്കർ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ പറയാം, ഇപ്പോൾ Under-23 ടീം നൗഷാദ് മൂസയുടെ കീഴിൽ നല്ല രീതിയിൽ പ്രകടനം നടന്നു. അതിൽ തന്നെ മലയാളിയായ മുഹമ്മദ് സുഹൈൽ നല്ല രീതിയിൽ പ്രകടനം അദ്ദേഹം കളിക്കുന്നുണ്ട്. നല്ല സ്കില്ലുകളുണ്ട്, നല്ല ഫിനിഷറാണ് അദ്ദേഹം. പക്ഷേ ഇവരെല്ലാം സീനിയർ ലെവലിലേക്ക് എത്തുമ്പോൾ ആ രീതിയിൽ കളിക്കുമോ, ആ രീതിയിൽ അവർക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടുമോ, നല്ല രീതിയിൽ അവരെ AFF കൊണ്ടു നടക്കുമോ എന്നുള്ള കാര്യം കൂടി നോക്കണം. അപ്പോൾ Under-17 ലോകകപ്പ്, നമ്മുടെ ഇന്ത്യയിൽ വെച്ച് കാണുന്ന Under-17 ലോകകപ്പിൽ ഗംഭീര ടീമായിരുന്നു അന്നത്തെ നമ്മളുടെ ഒരു ആഗ്രഹം. അന്നിപ്പോൾ കൊളംബിയക്കെതിരെയൊക്കെ, ലോകകപ്പ് സ്ഥിരമായിട്ട് കളിക്കുന്ന കൊളംബിയക്കെതിരെയൊക്കെ ഗംഭീരമായ രീതിയിൽ ഇന്ത്യ കളിച്ചു. അപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന എത്ര പേര് ഇന്നത്തെ ടീമിലുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. ഒരുപാട് വർഷം ആയിട്ടില്ല, 2017 നടന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 24, 25, 23 ഏജ് കാറ്റഗറിയിലായിരിക്കും ആ താരങ്ങളുണ്ടാവുക. അതിലെത്ര പേര് ഇപ്പോഴത്തെ ടീമിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം ആലോചിച്ചു. നമ്മൾ Under-17 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത്, അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് ഈ താരങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. ഇപ്പോൾ കോമൾ തട്ടാൽ, ധീരജ്, അമർജിത് സിംഗ് അന്നത്തെ ക്യാപ്റ്റനായിരുന്നു. അത്തരത്തിൽ നമ്മുടെ രാഹുൽ KP ഉൾപ്പെടെയുള്ള ഒരുപാട് പ്ലെയേഴ്സ് സീനിയർ ലെവലിലേക്ക് വരുമ്പോൾ അതിലെത്ര പേര് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൽ, ഗാൽജിമിലിൻ്റെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമുണ്ട്. ഈ പ്ലെയേഴ്സ് എങ്ങോട്ടാണ് പോകുന്നത്? അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിസ്റ്റമാണ് പ്രധാന പ്രശ്നം. AFF പ്രോപ്പറായിട്ടൊരു ഗ്രാസ് റൂട്ട് സിസ്റ്റം കൊണ്ട് നടക്കണം. ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സീനിയർ ടീമിനൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടെ തന്നെ ഗ്രാസ് റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സാധനം കൂടി ഇതിനകത്ത് ചെയ്യണം മസ്റ്റായിട്ടും.